ആലുവ കീഴ്മാട് പഞ്ചായത്തിൽ കോൺക്രീറ്റ് തട്ട് പൊളിഞ്ഞു വീണ് അപകടമുണ്ടായി. 4 പേർക്ക് പരിക്കേറ്റു. ഈ രണ്ടാളുകൾ കോൺക്രീറ്റിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയമുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിഷ്ണു, എപ്പോഴാണ് ഈ സംഭവം? പറയൂ. ആലുവ കീഴ്മാട് പഞ്ചായത്തിൽ 4-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ വണ്ടി ഉപയോഗിച്ച് മെഷീൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. 4 പേർക്ക് പരിക്ക് പറ്റിയ 4 പേരെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ 2 പേർ ഈ കോൺക്രീറ്റിനടിയിൽ ഉണ്ടോ എന്നൊരു സംശയം ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ എത്ര പേർ ഉണ്ടായിരുന്നു എന്നൊരു ധാരണ നാട്ടുകാർക്ക് വന്നിട്ടില്ല. നിലവിൽ ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. ഈ കോൺക്രീറ്റ് ഇടിഞ്ഞു വീണതുകൊണ്ട് തന്നെ അതിന് താഴ്ത്തായിരിക്കാം ഇവർ ഉള്ളതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇവരെ മാറ്റാനുള്ള ശ്രമം നിലവിൽ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും അവിടുത്തെ നാട്ടുകാരും എല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. സ്വകാര്യ ബിൽഡിംഗ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് മുൻവശത്ത്, അതായത് ഈ ബിൽഡിംഗിന്റെ മുൻവശത്തായി ഒരു ഐസ്ക്രീം നിർമ്മാണ ഷോപ്പ് അടക്കമുണ്ട്. അതിന് പിന്നിൽ ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. അവിടെയാണ് ഇന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. അപകടം എങ്ങനെ പറ്റി എന്നുള്ളൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. നിലവിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ്. അപകടം ഉണ്ടായ ഘട്ടത്തിൽ ഈ 4 പേരെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ അപ്പോൾ തന്നെ സ്വീകരിച്ചിരുന്നു. അതിൽ ബാക്കി 2 പേരെ കാണുന്നില്ല എന്നൊരു സംശയമാണ് ആളുകൾ പ്രകടിപ്പിച്ചത്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയതാണ്. ഈ കെട്ടിടം ആരുടെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. ഒപ്പം അപകടം സംഭവിച്ച പശ്ചാത്തലവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു സാധാരണഗതിയിൽ ഇത്തരത്തിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മുൻകരുതലൊക്കെ എടുക്കാറുള്ളതാണ്, ഇത്തരം അപകടങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ആർക്കും ഒരു ധാരണ വന്നിട്ടില്ല. ഫയർഫോഴ്സ് വിശദമായ പരിശോധന നടത്തുന്നു. നിലവിൽ ഈ 2 പേർ അടിയിലുണ്ട് എന്നൊരു സംശയം ദൂരീകരിക്കുക എന്നുള്ളതാണ് എന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചെയ്യുന്നത്. കോൺക്രീറ്റ് പാളിക്ക് അടിയിൽ ആളുകൾ ഇല്ലാതിരിക്കട്ടെ, അഥവാ ഉണ്ടായാൽ തന്നെ അവർക്ക് പരിക്കൊന്നും ഏൽക്കാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതിൻ്റെ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയും.